സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, സാധാരണക്കാരെ ഖബർ സിയാറത്ത് ചെയ്യൽ അവർക്ക് പാടില്ലെന്ന് തന്നെ പറഞ്ഞല്ലോ. എന്നാൽ അമ്പിയാക്കൾ ഔലിയാക്കളെ ഖബർ സിയാറത്തിന് പോകുമ്പോഴോ ഇന്ന് പോകുന്നത് പോലെ പോകാൻ പാടില്ല. ഇന്ന് പോകും പോലെ ഞാൻ പറഞ്ഞതിനർത്ഥം ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളില്, നേർച്ച നടക്കുന്ന മഖബറകളില് വേണ്ട. ഇന്ന് കുറെ ഔലിയാക്കളെ മഖബറ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ മഹാന്മാര് തന്നെയാണ് അവര്. മമ്പർത്തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? മഹാനായ ശൈഖിന്റെ വഴിയിൽ മറിയപ്പെട്ട ആള് മഹാനല്ലെന്ന് പറയാനൊക്കുമോ? ഉമർ ഖാദി റഹിമഹുള്ള മഹാനല്ലെന്ന് പറയാനൊക്കുമോ? സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? അലിയുൽ കൂഫി തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? ഉള്ളാളത്തെ മഖ്ബറയിലുള്ള മഹാനല്ലെന്ന് പറയാനൊക്കുമോ? അവർക്ക് വലിയ വലിയ മഹാന്മാരല്ലേ. നാഹൂറിലും അജ്മീറിലും അതുപോലെ എർവാടിയിലൊക്കെ മഹാന്മാരില്ലേ. പക്ഷേ അവിടെ അതാ സ്ത്രീകൾ തലമറക്കാതെ മാറുമറക്കാതെ ചിലപ്പോൾ കൂടെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ പോലും ഇല്ലാതെ, അത് നിങ്ങൾ കൊല്ലത്ത് മഖബറയിലാണെങ്കിലും ശരി, അല്ല എവിടെയാണെങ്കിലും ശരി, തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ മുഖം മറക്കാതെ അന്യപുരുഷന്മാരായ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെയും കൂട്ടി, അല്ലെങ്കിൽ അന്യപുരുഷന്മാരായ വണ്ടിക്കാരനെയും കൂട്ടി, അല്ലെങ്കിൽ അതാ കുറെ സ്ത്രീകൾ ഒന്നായിട്ടൊരു ഡ്രൈവറെയും കൂട്ടി പോകുന്ന സിയാറത്തിന് പോക്കുണ്ടല്ലോ. അന്യപുരുഷന്മാരോട് കൂടെയുള്ള പോക്കും ശരീരം മറക്കാതെയുള്ള പോക്കും അത് ഹറാമായ പോക്കാണ് കേട്ടോ.